മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിൽ ആണ് നിലപാട് ആവർത്തിച്ചത്. DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയിൽ തീരുമാനം എന്നാണ് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അറിയിച്ചത്. മാറ്റാതെ തരമില്ല, ഉടൻ മാറ്റിയേ മതിയാകൂ എന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാന സെക്രട്ടറിയും പ്രകാശ് അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. നടപടിയുടെ കാര്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറച്ചുനിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ബിനോയ് വിശ്വത്തിന് തന്നെ മുഖം രക്ഷിക്കണമെങ്കിൽ അവിടെ വരുന്ന വിമർശനങ്ങളുടെ വേഗം, അതിന്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നടപടി കൂടിയേ തീരുമായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് കണ്ടെത്താൻ ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് CPI സംസ്ഥാന നിർവാഹക സമിതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബിനോയ് വിശ്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ രാത്രി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. CPI നേതൃത്വം ആ കൂടിക്കാഴ്ച തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ നടപടി അധികം വൈകിപ്പോകാൻ സാധ്യതയില്ല. നമ്മൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന മുൻ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. അത് അധികം വൈകാതെ ഉണ്ടാകും. കാരണം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിച്ചത് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു. റിപ്പോർട്ട് ഇനിയും വൈകാൻ ഉള്ള സാധ്യത കുറവാണ്. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യം വിശദീകരിക്കേണ്ടി വരും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ കെ രാജൻ ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിലും അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം തീരുമാനമുണ്ടാകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമാണ്. ആ മന്ത്രിസഭാ യോഗം നാളെ ചേരേണ്ടതായിരുന്ന പൊതു അവധി ദിവസമായതിന് ഗാന്ധി ജയന്തി നാളത്തേക്ക് മന്ത്രിസഭാ യോഗം മാറ്റിയത്. നാളെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലും കാര്യം വിശദീകരിക്കേണ്ടതും വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. CPIയുടെയും CPIയുടെയും നേതൃയോഗങ്ങൾ ആരംഭിക്കാനിരിക്കെ കൂടിയായിരുന്നു ബിനോയ് വിശ്വം AKG സെന്ററിൽ എത്തി മുഖ്യമന്ത്രിയുമായും CPIന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലും ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉടൻ തന്നെ റിപ്പോർട്ട് DGPയുടെ റിപ്പോർട്ട് വരും എന്നാണ് അനുമാനിക്കുന്നത്. അതേസമയം ADGPയെ മാറ്റുന്നതിലെ കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ട് എന്ന് നേരത്തെ CPI മുന്നറിയിപ്പ് നൽകിയിരുന്നു. DGP അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ADGPയെ മാറ്റിയേ പറ്റൂ എന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. അതിന്